Hi, welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCERT class 9 chapter 9 circle measures. We are moving on to the last part of the chapter. അപ്പോൾ അതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏരിയ ഓഫ് ദ സെക്ടർ ആയിരുന്നു കണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് ദ സെക്ടർ എന്ന് വെച്ചാൽ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360 എന്നാണ് ഏരിയ ഓഫ് ദ സെക്ടർ. ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കുറച്ചും കൂടെ പ്രോബ്ലംസ് ഉണ്ട്, അത് നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാം. So, page number 151 third question. Centered at each corner of a regular hexagon. Regular hexagon ഓരോ കോർണേഴ്സിലും അത് സെൻറ്റർ ആക്കി വെച്ചിട്ട് എ പാർട്ട് ഓഫ് എ സർക്കിൾ, അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഫുൾ സർക്കിൾ ഉണ്ടാവും, അതിലൊരു പാർട്ട് ഈസ് ഡ്രോൺ ആൻഡ് എ ഫിഗർ ഇസ് കട്ട് ഔട്ട് ആസ് ഷോൺ ബിലോ. അപ്പോൾ ഇതുപോലെ സെക്ടേഴ്സ് വരച്ചിട്ട് ഹെക്സഗണിൽ നിന്ന് സെക്ടേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗറിൻ്റെ ഏരിയ ഇതാണ് കാണേണ്ടത്, ഈ ഫിഗറിൻ്റെ ഏരിയ കാണണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഹെക്സഗണിൽ നിന്ന് സെക്ടർ കട്ട് ചെയ്ത് കളയുക. എത്ര സെക്ടേഴ്സ്? 6 സെക്ടേഴ്സ് കട്ട് ചെയ്ത് കളയുന്നു. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ദ റിമൈനിങ് റീജിയൻ. സോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ആ റിമൈനിങ് റീജിയൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ഹെക്സഗൺ. അപ്പോൾ ഏരിയ ഓഫ് ദ figure is equal to area of the figure, സെക്കൻഡ് ഫിഗറിൻ്റെ കേട്ടോ, ഇതാണ് സെക്കൻഡ് ഫിഗർ. അപ്പോൾ സെക്കൻഡ് ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ഹെക്സഗൺ മൈനസ് ഏരിയ ഓഫ് 6 സെക്ടേഴ്സ്. 6 സെക്ടേഴ്സിൻ്റെ ഏരിയ കട്ട് ചെയ്ത് കളയുമ്പോഴാണ് ഈ ഏരിയ ഓഫ് ദ ഈ ഫിഗറിൻ്റെ ഏരിയ കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് ഏരിയ ഓഫ് ദ ഹെക്സഗൺ കണ്ടുപിടിക്കുക? ഒരു ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. അത് നമ്മൾ സ്റ്റാർട്ടിങ് ഓഫ് ദ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഒരു ഹെക്സഗണിനെ നമ്മൾ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിലാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു സൈഡ് ഓഫ് ദ ഹെക്സഗൺ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 2. അപ്പോൾ ഇതെല്ലാം ഇക്വിലാറ്ററൽ ആയതുകൊണ്ട് എല്ലാ സൈഡ്സും 2 ആയിരിക്കും. സോ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? വാട്ട് ഇസ് ദ ഏരിയ ഓഫ് 1 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? ഏരിയ ഓഫ് 1 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു √3/4 a square. സൈഡ് 2 ആണ്, അപ്പോൾ A2 ആണ്. സോ ദാറ്റ് ഇസ് √3/4 ഇൻറ്റു 2 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു √3. അങ്ങനെ എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് കൂടുമ്പോഴാണ് ഒരു ഹെക്സഗൺ ആവുന്നത്? 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. സോ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ഹെക്സഗൺ? 6 ഇൻറ്റു ഏരിയ ഓഫ് 1 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇസ് √3 മൈനസ് ഏരിയ ഓഫ് 6 സെക്ടേഴ്സ്. ഇനി 1 സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ? സോ ഏരിയ ഓഫ് 1 സെക്ടർ, ഒരു സെക്ടറിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുന്നത്? പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. അതിൽ റേഡിയസും വേണം, സെൻട്രൽ ആംഗിളും വേണം. അപ്പോൾ റേഡിയസ് എത്രയാണ്? ഇവിടെ ടോട്ടൽ ലെങ്ത് ആണ് 2, അപ്പോൾ അതിൻ്റെ ഹാഫാണ് റേഡിയസ്. അപ്പോൾ ദിസ് മച്ച് ഇസ് 1 സെൻറ്റിമീറ്റർ. പിന്നെ ഹെക്സഗണിൻ്റെ ഓരോ ആംഗിളും ഹെക്സഗണിൻ്റെ എത്രയാണ് വരിക? ടോട്ടൽ 6 സൈഡഡ് ഫിഗറാണ്. So 6 minus 2 into 180, that is 4 into 180 divided by 6. അപ്പോൾ 6 ഇവിടെ 30 times. So 120 degree ആണ് ഒരു ആംഗിൾ. So area of 1 sector is equal to pi r square. r 1. So pi into 1 square into 120 divided by 360. That is equal to pi, 120 here 3 times. So pi by 3. Area of 1 sector is pi by 3. അങ്ങനെ എത്ര സെക്ടേഴ്സ് ഉണ്ട്? 6 സെക്ടേഴ്സ് ഉണ്ട്. So area of 6 sectors is equal to 6 into pi by 3. അപ്പോൾ ഏരിയ ഓഫ് 1 സെക്ടർ കാണുക, ഏരിയ ഓഫ് ദ ഹെക്സഗൺ കണ്ടുപിടിക്കുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. Then that is equal to, അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 6√3 മൈനസ് 6π/3 എന്ന് പറയുമ്പോൾ 3 ഇവിടെ 2 ടൈംസ്. സോ ദ ആൻസർ ഇസ് 6√3 മൈനസ്
2π ആൻഡ് ദ ഏരിയ ഇവിടെ തന്നിരിക്കുന്നതൊക്കെ സെൻറ്റിമീറ്ററിലായതുകൊണ്ട് ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി സിംപ്ലിഫിക്കേഷന് വേണമെങ്കിൽ നമുക്ക് √3യുടെ വാല്യൂ 1.73യും പൈക്ക് 3.14 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ 6 × 1.73 മൈനസ് 2 × 3.14. അപ്പോൾ അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ മതി. Now next question, the picture shows 2 circles each passing through the center of the other. അപ്പോൾ ഒരു സർക്കിൾ ഉണ്ട് ഇവിടെ, 2 സർക്കിൾസ് ആണ്, അത് രണ്ടും ഒന്നിൻ്റെ സെൻറ്ററിലൂടെയാണ് മറ്റേ സർക്കിൾ പാസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് റേഡിയസ്, ഇത് റേഡിയസ് ആണ് അല്ലേ, ഒരു സെൻറ്റർ തൊട്ട് മറ്റേ സെൻറ്റർ വരെയുള്ള ഒരു സർക്കിളിൻ്റെ ഒരു പോയിന്റ് തൊട്ട് സെൻറ്റർ വരെയുള്ള ആ ഡിസ്റ്റൻസ്, അത് റേഡിയസ് ആണ് 2 സെൻറ്റിമീറ്റർ. Calculate the area of the region common to both. ഇപ്പോൾ 2 ഭാഗത്തിനും കോമൺ ആയിട്ടുള്ള റീജിയൻ, അതായത് ഈ റീജിയൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ പഠിച്ച പോലെ നമുക്കൊരു സെക്ടറാക്കി ഇതിനെ മാറ്റാം. ഇതിനിങ്ങനെ സെക്ടറാക്കി എടുക്കുക. സോ ഫസ്റ്റ് ഇത് സെക്ടർ ആകുമ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താലും 2 സെൻറ്റിമീറ്റർ, കാരണം സെൻറ്റർ തൊട്ട് സർക്കിളിൻ്റെ ഒരു പോയിന്റ് വരെ ഇത് 2 ആണ്, ഇതും 2 ആണ്, ദിസ് ഓൾസോ ഈസ് 2. സോ ദിസ് ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ തന്നെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞിട്ട്, അതായത് ഇത് എ ബി സി, ഈ ഇത്രയും ഏരിയയുടെ ഇത്രയും റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യണം. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഈ ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക? ഫസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഇത്രയും പാർട്ടിൻ്റെ ഏരിയ കാണാം, ഇത്രയും പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ദിസ് ഇസ് എ സെക്ടർ അല്ലേ, ഇതൊരു സെക്ടറാണ്. ഈ സെക്ടറിൻ്റെ ഏരിയ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയ ഏരിയ കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ ഈ സെക്ടറിൻ്റെ ഏരിയ കാണുക. ആ സെക്ടറിൻ്റെ ഏരിയ കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു സ്മോൾ ഏരിയയും കൂടെ ആഡ് ചെയ്യണം അല്ലേ. ആ സെക്ടറിൻ്റെ ഏരിയയിലേക്ക് ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ ആഡ് ചെയ്താൽ മാത്രമേ ഇവിടം വരെയുള്ള ഏരിയ കിട്ടുള്ളൂ. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സെക്ടർ. സോ ഏരിയ ഓഫ് ദ സെക്ടർ, ഈ സെക്ടറിൻ്റെ ഏരിയ ആണ് കാണാൻ പോകുന്നത്, ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ. സോ ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ കാണണമെങ്കിൽ ഏരിയ ഓഫ് ദ സെക്ടർ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി സെക്ടർ equal to pi into r2 pi r square into 60 by 360. That is equal to 60 with 6 times. So 4 pi by 6 which is equal to 2 pi by 3. അപ്പോൾ ഈ 2 pi by 3 എന്ന് പറയുന്നത് 2 into 3.14 divided by 3 which is equal to 2.09. ഇതാണ് ഈ ഒരു സെക്ടർ, ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ ആണത്, ഈ ഗ്രീൻ റീജിയൻ്റെ. ഇപ്പം ഞാൻ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ആ യെല്ലോ റീജിയൻ്റെ ഏരിയ എങ്ങനെ കാണും? ആ യെല്ലോ റീജിയൻ്റെ ഏരിയ കാണണമെങ്കിൽ നമ്മൾ ഈ സെക്ടറിനകത്തുനിന്ന്, ഈ സെക്ടറിൽ നിന്ന് നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ കിട്ടില്ലേ? അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ ഉണ്ടാവുക അല്ലേ? അപ്പോൾ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ റീജിയൻ്റെ ഏരിയ ആണ് ഈ കിട്ടുന്നത്. അപ്പോൾ ആ റീജിയൻ്റെ ഏരിയ സെക്ടറിൻ്റെ ഏരിയൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഏരിയ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ഈ ഒരു ചെറിയ റീജിയൻ കണ്ടുപിടിക്കുക. അപ്പോൾ ആ റീജിയൻ തന്നെയാണ് ഈ യെല്ലോ റീജിയനും. അപ്പോൾ ഏതെങ്കിലും ഒരു റീജിയൻ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു റീജിയൻ കണ്ടുപിടിക്കാം. സോ നെക്സ്റ്റ് ചെയ്യേണ്ടത്
area of small region is equal to area of sector minus area of equilateral triangle. That is equal to area of the sector നമുക്ക് ഇവിടെ കിട്ടി 2π/3 മൈനസ് ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക? √3/4 ഇൻറ്റു എ സ്ക്വയർ. സൈഡ് 2 ആയതുകൊണ്ട് 2 സ്ക്വയർ. സോ √3 മൈനസ് √3. സോ ഇതാണ് ഏരിയ ഓഫ് ദാറ്റ് സ്മോൾ റീജിയൻ. ഇനി നമ്മുടെ കംപ്ലീറ്റ് ഏരിയ കാണണം. ഫസ്റ്റ് നമുക്ക് ഇത്രയും ഭാഗത്തെ ഏരിയ കാണണം. അപ്പോൾ ഈ സെക്ടറിൻ്റെ ഏരിയയുടെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഈ ചെറിയ നമുക്കൊരു റീജിയൻ കിട്ടിയില്ലേ, ആ റീജിയൻ തന്നെയാണ് ഈ റീജിയൻ. അപ്പോൾ ഈ സെക്ടറിൻ്റെ കൂടെ ഈ സ്മോൾ റീജിയൻ്റെ ഏരിയയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2π/3. അതിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടിയ സ്മോൾ റീജിയൻ്റെ ഏരിയ എത്രയാണ്? 2π/3 മൈനസ് √3. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. പിന്നെ ടോട്ടൽ ഏരിയ കാണണം അല്ലേ? ഇത്രയും കണ്ടാൽ പോരെ, ഈ ഭാഗം കൂടെ കാണണം. ഈ ഫുൾ ഏരിയ ആണ് കണ്ടത്. അപ്പോൾ ഈ കിട്ടിയതിൻ്റെ 2 ടൈംസ് ആണ്. സോ ഏരിയ ഓഫ് ദ റീജിയൻ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ, ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ is equal to area of the sector plus area of small region. That is equal to area of the sector 2π/3 plus 2π/3 minus √3. ഷെയ്ഡഡ് റീജിയൻ വരുമ്പോൾ അത് കംപ്ലീറ്റ് ആണ്. അപ്പോൾ 2 ടൈംസ്. കാരണം നമ്മളിത് ഫുൾ ഈ ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഭാഗവും കാണണം. അപ്പോൾ ഇത് കിട്ടിയിട്ട് അതിൻ്റെ 2 ടൈംസ് ചെയ്താൽ മതി. അപ്പോഴാണ് ഫുൾ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ 2π/3 നമ്മൾ നേരത്തെ ചെയ്തു. ദാറ്റ് ഈസ് 2.09 പ്ലസ് 2.09 മൈനസ് 1.73 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 2.45 which is equal to 4.9 centimeter square. Then അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഈ റീജിയൻ എങ്ങനെയാണ് കിട്ടുന്നത്? ആ റീജിയൻ കിട്ടുന്നത് സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോഴാണ് ഈ ചെറിയ റീജിയൻ കിട്ടുന്നത്. ആ റീജിയനും ഈ റീജിയനും സെയിം ആണ് അല്ലേ? ഈ റീജിയൻ തന്നെയാണ് ഇവിടെയുള്ള റീജിയൻ. അപ്പോൾ ഈ സെക്ടറിൻ്റെ കൂടെ ഈ സ്മോൾ റീജിയൻ ഒരു പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ് ഇത്രയും ഭാഗത്തെ ഏരിയ കിട്ടുന്നത്. അതിൻ്റെ 2 ടൈംസ് എടുക്കുമ്പോഴാണ് ഫുൾ ഏരിയ കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. The figure shows 3 circles drawn with their centers on each vertex of an equilateral triangle. കണ്ടോ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ കോർണേഴ്സ്, ഓരോ വെർട്ടിസസ് സെൻറ്ററാക്കി വെച്ചിട്ടാണ് ഓരോ സർക്കിൾ വരയ്ക്കുന്നത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ കോമൺ ടു ഓൾ ദീസ്. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത്. ഈ റീജിയനാണ്, ഇത്രയും റീജിയൻ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഇതിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ഈ സെക്ടറിൻ്റെ ഏരിയ കണ്ടു. ഈ സെക്ടറിൻ്റെ ഏരിയ കണ്ടിട്ട് പിന്നെ ഈ 2 സ്മോൾ റീജിയൻസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം സ്മോൾ റീജിയൻ, ഈ ചെറിയ റീജിയൻ്റെ എത്രയാണെന്ന് നോക്കുക. ഈ റീജിയൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആ റീജിയൻ എത്രയാണ് വരിക? ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദാറ്റ് ഏരിയ ഓഫ് സ്മോൾ റീജിയൻ is equal to area of sector minus area of equilateral triangle. That's equal to area of sector pi r square into 60/360. അതാണ് ഏരിയ ഓഫ് സെക്ടർ. മൈനസ് ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ √3/4 a square. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് പൈ ഇൻറ്റു റേഡിയസ് 2 ആണ്.
2 square into 60/360 minus root 3 by 4 into 2 square. So 60 ഇവിടെ 6 times. So this is equal to 4 pi by 6 എന്ന് പറഞ്ഞാൽ 2 pi by 3 minus root 3. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ. അതാണ് ഈ ചെറിയ റീജിയൻ്റെ ഏരിയ. ഇനി ഈ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഈ കംപ്ലീറ്റ് സെക്ടറിൻ്റെ ഏരിയയുടെ കൂടെ 2 പ്രാവശ്യം ഇത് ആഡ് ചെയ്താൽ മതി. ഇവിടെയും ഇതേ റീജിയൻ തന്നെയാണ് ഇവിടെയും വരുന്നത്, ഇവിടെയും അതേ റീജിയൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ 2 ഭാഗവും കൂടെ ഇതേ സംഭവം ഇവിടെ കിട്ടിയ അതേ സ്മോൾ ഏരിയ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. സോ ഏരിയ ഓഫ് ദ റീജിയൻ, റിക്വയർഡ് ഏരിയ അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ റിക്വയർഡ് റീജിയൻ, ഏരിയ ഓഫ് ദി റിക്വയർഡ് റീജിയൻ is equal to area of the sector plus 2 times area of small region. That is equal to area of the sector എത്രയായിരുന്നു? 2 pi by 3 plus 2 times area of the small region is 2 pi by 3 minus root 3. ഇനി അതിൽ 2 pi by 3 എന്ന് പറഞ്ഞാൽ 2.09 plus 2 times 2.09 minus 1.73. That is equal to 2.09 plus 2 into 2.09 minus 1.73 is 0.36, which is equal to 2.09 plus 0.72, it's equal to 2.81 centimeter square. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സെക്ടറിൻ്റെ കൂടെ ചെറിയ റീജിയനാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അതേപോലെ അതേ റീജിയൻ തന്നെയാണ് ഇവിടെ, ഇതും അതേ റീജിയൻ തന്നെയാണ് ഇവിടെയും. സോ ഒരു സെക്ടറിൻ്റെ ഏരിയ കണ്ടിട്ട് ഈ 2 റീജിയൻസ് അങ്ങ് ആഡ് ചെയ്താൽ മതി. അതിനാണ് നമ്മൾ ആദ്യം ഈ ചെറിയ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ചെറിയ റീജിയൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുന്നത്? സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോഴാണ് ഈ ചെറിയ റീജിയൻ കിട്ടുന്നത്. അപ്പോൾ അത് 2 ടൈംസ് ആഡ് ചെയ്യാം സെക്ടറിൻ്റെ ഏരിയയുടെ കൂടെ. സോ യു വിൽ ഗെറ്റ് ദിസ് ഏരിയ ഓഫ് ദി കോമൺ റീജിയൻ. അപ്പോൾ അത്രയാണ് ആ ചാപ്റ്ററിലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദോസ് ഹു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ്, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.